താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബം. പോലീസും മാധ്യമങ്ങളും സന്നദ്ധ പ്രവർത്തകരുമടക്കം കുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചെന്ന് കുടുംബം പ്രതികരിച്ചു. എല്ലാവരോടും നന്ദിയുണ്ടെന്നും കാണാതായ കുട്ടികളിൽ ഒരാളുടെ പിതാവ് ജനൻ ടിവിയോട് പറഞ്ഞു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട്. താനൂരിലെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കാണാതായ 2 പെൺകുട്ടികൾ അവരെ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ വലിയ ആശ്വാസത്തിലാണ് നാട്. അതോടൊപ്പം തന്നെ ആ കുടുംബവും അത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ട ഒരു ഭീതി, അതോടൊപ്പം ആശങ്ക, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച കുറേ സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കുട്ടികളെ കണ്ടെത്തി അതിൽ വലിയ സന്തോഷത്തിലാണ് ആ കുടുംബമാണ് ഇപ്പോൾ അതിൽ ഒരു പെൺകുട്ടിയുടെ കുടുംബമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു ആശ്വാസം തന്നെ തോന്നുന്നില്ലേ? വലിയ ആശ്വാസം തന്നെ നമ്മളെ മക്കളെ കണ്ടെത്തി തന്നത് വലിയ ആശ്വാസം തന്നെ. എങ്ങനെയായിരുന്നു തുടക്കത്തിലുള്ള ഒരു തെരച്ചിലും അതോടൊപ്പം നമ്മുടെ ഒരു ആശങ്ക? അവരെ എവിടെ പോയി എന്നുള്ളത് ഒന്നും അറിയില്ലേനി നമുക്ക്. അവരൊരു പരീക്ഷയ്ക്ക് പോയതല്ലേ. പിന്നെ 2 മണിക്ക് ക്ലാസ് ടീച്ചർ വിളിച്ചപ്പോഴാണ് പരീക്ഷ ഹാളിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പോൾ തന്നെ നമ്മളെ രീതിയിലുള്ള തെരച്ചിൽ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ 5:30 മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതുകൊണ്ട് പിന്നെ അശ്വതിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും പാടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് CI സാറോട് കംപ്ലയിൻറ്റ് പറഞ്ഞ് സാർ അപ്പം തന്നെ അതിനുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ആരംഭിച്ചിരുന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ മറ്റേ 2 കുട്ടികളെ കാണാനില്ല എന്നുള്ളത് തന്നെ, മറ്റേ കുട്ടി ആ സമയത്ത് കാണാനില്ല എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയിരുന്നു, വിവരം കിട്ടിയിട്ടും സ്വിച്ച് ഓഫ് ആണ്. ഇവർ 2 പേരും പാടെയാണ് പോയിക്കണമെന്നുള്ളത്. കാരണം മറ്റേ കുട്ടിക്ക് പരീക്ഷ ഇല്ലായിരുന്നു, പക്ഷേ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി വന്നത്. അപ്പോൾ 2 പാടെയാണ് പോയി എന്നുള്ളത് തന്നെ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാതായപ്പോഴും സ്വിച്ച് ഓഫ് ആയപ്പോഴും നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ 2 കൂട്ടരും പാടെ തന്നെ തെരച്ചിൽ നടത്തിയത്. പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എവിടെയൊക്കെയായിരുന്നു തെരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? തെരച്ചിൽ ദേവദാർ സ്കൂളിൻ്റെ ഭാഗങ്ങൾ, താന്നൂര്, പിന്നെ ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവർ തിരിച്ച് പോണ വഴികളിലൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ 5:30 മണിയായപ്പോൾ കാണാതായപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു. ഇത്രയും ദൂരെ പോകുമെന്ന് വിചാരിച്ചു? കാരണം മുംബൈയിലേക്കൊക്കെ എത്തുന്ന ഇതിന് മുമ്പ് ഇതുപോലെ ദൂരയാത്രകളൊക്കെ നടത്തിയിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ചിട്ടാണ് പോയിരുന്നത്. ഞങ്ങൾ പിന്നെ അജ്മീറൊക്കെ പോയിരുന്നു. അവള് ട്രെയിൻ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് അവള്. അപ്പോൾ ഇത്രയും ദൂരം എത്തുന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ എവിടെങ്കിലൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ്. അവർ ബീച്ച് കാണാനെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇത്രയും ദൂരമൊന്നും പോകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ പോലീസാണ് പറഞ്ഞത് അവർ നമ്മൾ കേരളം വിട്ട് പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ബേജാറാവണ്ട, എന്തായാലും സുരക്ഷിതമായിട്ട് നിങ്ങളെ മക്കളെ ഞങ്ങൾ തിരിച്ചെത്തിച്ചേരുന്ന അവർ ഉറപ്പ് തന്ന അവരെ വാക്ക്, കേരള പോലീസിൻ്റെ വാക്ക് അവർ പാലിച്ച്. ആ രീതിയിൽ തന്നെ നല്ലൊരു അന്വേഷണമായിരുന്നു കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നും. നമ്മുടെ മലയാളി സമാജം, അങ്ങനെ കുറേ മാധ്യമങ്ങളുടെ ഒക്കെ ഇടപെടൽ പ്രധാനപ്പെട്ട എല്ലാവരും, മലയാളി സമാജം, പിന്നെ മുസ്ലിം അസോസിയേഷൻ, KMCC, പിന്നെ ഒരുപാട് മലയാളികൾ, പിന്നെ ചാനലുകളൊക്കെ എല്ലാവരും നല്ല പ്രയത്നിച്ചിട്ടാണ് നമ്മളെ മക്കളെ ഒരു പോറൽ പോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇങ്ങനെ അവർ തിരിച്ചെത്തിക്കുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഫ്ലൈറ്റ് മാർഗ്ഗമാണ് പോണത്. സ്പെഷ്യൽ ഓർഡർ ഉണ്ട് എന്നാണ് DSR ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അവർ സുരക്ഷിതമായിട്ട് തന്നെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഇനി വരുന്നത് റെയിൽ മാർഗ്ഗമാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. കുട്ടി അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു സൂചന ഒന്നും ഉണ്ടായിരുന്നു? വീട്ടിലങ്ങനെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഒന്നുമില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഹാപ്പിയായിട്ട് തന്നെ ഇവിടുന്ന് പോണത്. എൻ്റെ അടുത്ത് പിന്നെ ബസ് ഫെയർ 10 രൂപയാണ്. അപ്പോൾ അശ്വതിൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ ഓട്ടോയിൽ പോകണതുകൊണ്ട് എനിക്ക് 5 രൂപ മതി, തിരിച്ചു പോരാനുള്ള 5 രൂപ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് അവൾ 5 രൂപ പേഴ്സ് അവൾ എടുത്തിട്ടുള്ളൂ. വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം നല്ലൊരു നമുക്ക് കുട്ടികൾക്കൊന്നും സംഭവിക്കാതെ അത്രയും ദൂരം പോയിട്ട് നമുക്ക് പോലും ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ചെറിയ കുട്ടികൾ സുരക്ഷിതമായിട്ട് എത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾ സുരക്ഷിതരായി തന്നെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ഇനി ഇങ്ങോട്ട് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ മാത്രമാണുള്ളത്. കുടുംബം വലിയ ആശ്വാസത്തിൽ തന്നെയാണുള്ളത്. അതിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്യാമറമാൻ പ്രശോഭനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.